നമസ്കാരം. സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി. ടി.പി. സെൻകുമാറിനെ പോലീസ് മേധാവിയായി പുനർനിയമിക്കണമെന്ന സുപ്രീം കോടതി വിധിയിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച റിവ്യൂ ഹർജി കോടതി തള്ളി. 25,000 രൂപ ചെലവ് കെട്ടിവെക്കാനും കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടാൻ 24 മണിക്കൂർ പുനർനിയമിക്കണമെന്ന ഉത്തരവ് 13 ദിവസം കഴിഞ്ഞിട്ടും നടപ്പിലാക്കുന്നില്ല. ഇത് സുപ്രീം കോടതിയെ കളിയാക്കുന്നതിന് തുല്യമാണ്. ടി.പി. സെൻകുമാറിന്റെ അഭിഭാഷകൻ ദുഷ്യന്ത് ദാവെയുടെ ഈ വാദത്തോടെയാണ് ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയ്ക്കെതിരായ കോടതിയലക്ഷ്യ ഹർജിയിൽ ഇന്ന് സുപ്രീം കോടതിയിൽ വാദം ആരംഭിച്ചത്. സെൻകുമാറിന് ഇനി അധികകാലം സർവീസ് ഇല്ല, അതുകൊണ്ട് നിയമനം പരമാവധി വൈകിപ്പിക്കുകയാണ്. സെൻകുമാറിനെ പുനർനിയമിക്കണമെന്ന ഉത്തരവ് സുപ്രീം കോടതി പുറത്തിറക്കിയതിനു ശേഷം വ്യാപകമായ തോതിൽ കേരള പോലീസിൽ സ്ഥലം മാറ്റങ്ങൾ നടക്കുകയാണ്. ഇത് കോടതിയലക്ഷ്യമാണെന്ന് ദുഷ്യന്ത് ദാവെ വാദിച്ചു. എന്നാൽ സെൻകുമാറിനെ പുനർനിയമിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം സുപ്രീം കോടതിയുടെ ഉത്തരവിൽ ചില വ്യക്തത ആവശ്യമാണെന്നും ജയ്ദീപ് ഗുപ്ത ചൂണ്ടിക്കാട്ടി. തങ്ങളുടെ വിധിയിൽ ഒരു വ്യക്തത കുറവുമില്ലെന്ന് ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ ചൂണ്ടിക്കാട്ടി. എന്നാൽ 2 കാര്യങ്ങളിൽ വ്യക്തത വേണമെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂഥറ ആവശ്യപ്പെട്ടു. അതേസമയം ഈ ആവശ്യം സുപ്രീം കോടതി തള്ളി. കോടതി ചെലവായി സംസ്ഥാന സർക്കാർ 25,000 രൂപ കെട്ടിവയ്ക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇതോടെ വ്യക്തത തേടിയുള്ള അപേക്ഷ പിൻവലിക്കാൻ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. അപേക്ഷ പിൻവലിച്ചാലും കോടതി ചെലവ് ഈടാക്കാമെന്ന് ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ വ്യക്തമാക്കി. ഇതിനിടെ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയ്ക്കെതിരായ സെൻകുമാർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. കോടതിയലക്ഷ്യ ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കാൻ തീരുമാനിച്ചു. നളിനി നെറ്റോയോട് ചൊവ്വാഴ്ച നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിക്കണമെന്ന് ദുഷ്യന്ത് ദാവെ ആവശ്യപ്പെട്ടുവെങ്കിലും സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ബി ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി. നിയമജ്ഞൻ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ആന്റണി രാജു, ശിവൻ മഠത്തിൽ തുടങ്ങിയവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും ഉള്ളത്. ആദ്യം ബി ബാലഗോപാൽ ദില്ലിയിൽ നിന്നും. ബാലഗോപാൽ, സുപ്രീം കോടതി എന്താണ് സംസ്ഥാന സർക്കാർ പറയുന്നത് എന്നത് സംബന്ധിച്ച് അത് കേട്ട് വ്യക്തത വരുത്തുന്നതിന് പകരം അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സാഹചര്യം സുപ്രീം കോടതിയിൽ എങ്ങനെ ഉരുത്തിരിഞ്ഞു? നികേഷ്, ഇന്ന് ഈ കേസ് എടുത്തപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി 2 അഭിഭാഷകരായിരുന്നു ഹാജരായിരുന്നത്. സീനിയർ അഭിഭാഷകനായ ജയ്ദീപ് ഗുപ്തയും അതുപോലെ തന്നെ മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ സിദ്ധാർത്ഥ് ലൂഥറയുമായിരുന്നു സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായിരുന്നത്. ഇതിൽ ആദ്യത്തെ അഭിഭാഷകനായിരുന്ന ജയ്ദീപ് ഗുപ്ത കോടതിയിൽ പറഞ്ഞിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ ഏപ്രിൽ 24-ന് പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ ഒരു പുനഃപരിശോധനാ ഹർജി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഈ കണ്ടംപ്റ്റ് പെറ്റീഷൻ, ടി.പി. സെൻകുമാർ നൽകിയിരുന്ന കണ്ടംപ്റ്റ് പെറ്റീഷൻ ഇതിനോടൊപ്പം പരിഗണിക്കണമെന്ന ഒരാവശ്യമായിരുന്നു ആദ്യം ജയ്ദീപ് ഗുപ്ത കോടതിയിൽ വച്ചത്. എന്നാൽ കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിലുള്ള ഒരു നടപടി ഉണ്ടാക്കണമെന്നായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അതിന് സമയപരിമിതിയൊന്നുമില്ല. കോടതി ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ സർക്കാരിന് ഇക്കാര്യത്തിൽ ആവശ്യമായ കൂടിയാലോചനകളും മറ്റും നടത്താമെന്ന ഒരു പരാമർശവും കോടതി നടത്തുകയും ചെയ്തിരുന്നു. തങ്ങളുടെ ഉത്തരവിൽ ചില അവ്യക്തതകൾ ഉണ്ട് എന്ന് ഈ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ 2ാമത്തെ അഭിഭാഷകനായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ സിദ്ധാർത്ഥ് ലൂഥറ പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ കോടതി കുറച്ച് സംസ്ഥാന സർക്കാരിനോട് ക്ഷോഭിച്ച് സംസാരിക്കുന്ന തരത്തിൽ പറഞ്ഞത്. കാരണം ഈ കേസിൽ വളരെ വ്യക്തമാണ് തങ്ങളുടെ ഉത്തരവ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആരുമായി വേണമെങ്കിലും കൂടിയാലോചന നടത്താം. ഈ ജേക്കബ് തോമസിന്റെയും അതുപോലെ ശങ്കർ റെഡ്ഡിയുടെയും ലോക്നാഥ് ബെഹ്റയുടെയും ഒക്കെ നിയമനത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ അഭിഭാഷകർക്ക് ചർച്ച ചെയ്യാം, ജുഡീഷ്യൽ ഓഫീസർമാരുമായൊക്കെ ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാരണവശാലും ഈ ടി.പി. സെൻകുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ചർച്ച അല്ലെങ്കിൽ കൂടുതൽ അതിനകത്ത് ക്ലാരിറ്റി വരുത്തേണ്ടതില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഇതേ തുടർന്നാണ് സിദ്ധാർത്ഥ് ലൂഥറ ടി.പി. സെൻകുമാറിനെ മുമ്പ് സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചിട്ടില്ല എന്ന ഒരു വാദം കോടതിയിൽ ഉന്നയിച്ചത്. ഇതോടുകൂടി കോടതി പറഞ്ഞത് ഈ കേസിൽ 2 ദിവസം മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ വാദം നേരത്തെ തങ്ങൾ കേട്ടിരുന്നതാണ്. ആ ഘട്ടത്തിൽ സിദ്ധാർത്ഥ് ലൂഥറ കോടതിയിൽ ഇല്ലായിരുന്നു. ഈ വിഷയം ഒരു ഘട്ടത്തിൽ പോലും
സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരുന്നതല്ല. ഒരുപക്ഷെ ടി.പി. സെൻകുമാർ ഈ കേസിൽ മാലിഫൈഡ് ആയി ഉള്ള ഇന്റൻഷൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അതിപ്പോൾ ശരിവെക്കുന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്ന് കോടതി വാക്കാൽ നിരീക്ഷിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ അപേക്ഷ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ അപേക്ഷ സുപ്രീം കോടതി ചെലവ് സഹിതം തള്ളിയത്. 25,000 രൂപയാണ് ചെലവ് ഇട്ടത്. ഇതിന്റെ വിധി, അതായത് അല്പസമയം മുമ്പ് സുപ്രീം കോടതിയിൽ നിന്ന് ഔദ്യോഗികമായി ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ 25,000 രൂപ ഒരാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കെട്ടണമെന്നും അത് രാജ്യത്തെ പ്രായപൂർത്തിയാകാത്തവരുമായി ബന്ധപ്പെട്ട നിയമ വിഷയങ്ങളിൽ അല്ലെങ്കിൽ നിയമപരമായ വിഷയങ്ങളിലും മറ്റും ആ പണം വിനിയോഗിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റിവ്യൂ പെറ്റീഷനുമായി പോയത്. സുപ്രീം കോടതി അത് പരിഗണിക്കാതെ തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. 25,000 രൂപ കോടതി ചെലവ് കെട്ടിവെക്കാനും ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കണം സുപ്രീം കോടതി ഈ നിലയിൽ ഒരു വിധി പുറപ്പെടുവിച്ചത്? അത് വളരെ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൃത്രിമമായ വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഹർജിയാണ്. യഥാർത്ഥത്തിൽ റിവ്യൂ ഹർജിയല്ല, ഇത് ക്ലാരിഫിക്കേഷൻ ഹർജിയാണ്. റിവ്യൂ ഹർജി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ബെഞ്ചിൽ പോലും എത്താതെ മറ്റൊരു രീതിയിൽ രജിസ്ട്രിയിൽ നിന്ന് തന്നെ നിരാകരിക്കപ്പെടുമായിരുന്നു. ആരും അതിനെക്കുറിച്ച് ഇത്ര പെട്ടെന്ന് ഒരു ഉത്തരവ് അതിലുണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ പെട്ടെന്ന് ബെഞ്ചിൽ എത്തിക്കാൻ വേണ്ടി ആയിരിക്കണം ക്ലാരിഫിക്കേഷൻ ഹർജി കൊടുത്തത്, അല്ലെങ്കിൽ വ്യക്തമാക്കൽ ഹർജി കൊടുത്തത്. പക്ഷെ വ്യക്തമാക്കാനുള്ള യാതൊന്നും വിധിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആ വിധിയിൽ മുൻപത്തെ ഉത്തരവ്, അതായത് 2016 ജൂൺ 1 ഒരു പൊതു ഉത്തരവിലൂടെയാണ് ബെഹ്റയെ നിയമിച്ചതും സെൻകുമാറിനെ മാറ്റി നിയമിച്ചതും മറ്റു ചില നിയമനങ്ങൾ നടത്തിയതുമെല്ലാം. ആ ഉത്തരവ് തന്നെ റദ്ദാക്കിയത് വഴി കുറഞ്ഞ പക്ഷം ഈ കേസിൽ ബെഹ്റയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് തന്നെ റദ്ദായി. അതുപോലെ സെൻകുമാറിനെ മാറ്റി നിയമിക്കുന്ന ഉത്തരവും റദ്ദായി. സാങ്കേതികമായി നിയമപരമായി സെൻകുമാർ ആ 1/6/2016 മുതൽ തന്നെ സ്റ്റേറ്റ് പോലീസ് ചീഫാണ് എന്നുള്ള അവസ്ഥ വന്നു. പക്ഷേ ശാരീരികമായി അദ്ദേഹം പുറത്തു നിൽക്കുന്നു, ഭൗതികമായി പുറത്തു നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള ഉത്തരവുണ്ടായത്. ഇപ്പൊ ഈ സാങ്കേതികമായി 1/6/2016 മുതൽ തന്നെ സ്റ്റാറ്റസ് കോ ആന്റി വന്നു എന്നുള്ള നിയമ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ അഭിപ്രായത്തിൽ തൊട്ട് പിറ്റത്തെ ദിവസം തന്നെ അതിന്റെ നാച്ചുറൽ കോൺസിക്വൻസ് അല്ലെങ്കിൽ ലോജിക്കൽ കോൺസിക്വൻസ് എന്നുള്ള നിലയിൽ ശ്രീ സെൻകുമാറിനെ നിയമിക്കുകയായിരുന്നു ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ വളരെ കൃത്രിമമായിട്ടുള്ള ഈ സാങ്കേതിക പദങ്ങളിലുള്ള വ്യത്യാസം, അതുപോലെ മറ്റുള്ള ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യണമെന്നുള്ളത്, ഇതൊന്നും കോടതിയുടെ വിഷയമല്ല. സെൻകുമാറിന്റെയും ബെഹ്റയുടേതുമാണ് കോടതിയുടെ മുമ്പാകെയുള്ള വിഷയം. മറ്റുള്ള ശങ്കർ റെഡ്ഡിയുടെയും അല്ലെങ്കിൽ ജേക്കബ് തോമസിന്റെയും ഒക്കെ കാര്യങ്ങൾ ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ വളരെ വാദത്തിന് വേണ്ടിയുള്ള വാദം എന്നുള്ള രീതിയിൽ കെട്ടിച്ചമച്ച ഒരു ഹർജി, അതിന്റെ സ്വാഭാവിക പരിണതിയാണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. സർക്കാരിന്റെ ഉത്തമ വിശ്വാസ്യതയെ പോലും സംശയിക്കുവാനുള്ള സാഹചര്യം സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത. ദുഷ്യന്ത് ദവെ ഇന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചത് പോലീസ് സൂപ്രണ്ട് വരെയുള്ള ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള അധികാരം സ്റ്റേറ്റ് പോലീസ് ചീഫിനാണ്. സുപ്രീം കോടതി ഉത്തരവിന് ശേഷം നിരവധി ഉദ്യോഗസ്ഥരെ മാറ്റിക്കഴിഞ്ഞു. ഇന്ന് പോലും 100ഓളം DYSP മാരെ മാറ്റിയ കാര്യവും സുപ്രീം കോടതിയിൽ ദുഷ്യന്ത് ദവെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ കാലതാമസം അതിനാണ് എന്നാണ് സെൻകുമാറിൻ്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ പറഞ്ഞത്. സുപ്രീം കോടതിയും ഒരു ഘട്ടത്തിൽ മാലഫേഡാണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് ആക്ഷേപമുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ആ നിലയിൽ ഇത് ഒരു സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് ഏൽക്കാവുന്ന കടുത്ത വിമർശനമായി കാണേണ്ടതുണ്ടോ? തീർച്ചയായും ഇത് വളരെ കടുത്ത വിമർശനം. അത് ക്ഷണിച്ചു വരുത്തിയത് സർക്കാർ തന്നെയാണ്. ആദ്യത്തെ വിധിയിൽ യഥാർത്ഥത്തിൽ ഇതിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ ഉണ്ടാകാം എന്നുള്ള ഒരു വളരെ മിതമായ പരാമർശം മാത്രമേ സുപ്രീം കോടതി നടത്തിയിരുന്നുള്ളൂ. അതുപോലെ മറ്റു ഒന്ന് പറഞ്ഞത് സെൻകുമാറിന്റെ തന്നെ നിയമനം ഇറഗുലറാണ് എന്നുള്ള വാദം സർക്കാർ ഉന്നയിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ നാടിനെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ഏതാണ്ട് ഹാസ്യരൂപേണ ഉള്ള
അല്ലെങ്കിൽ ഒരു ഓൺ ലൈറ്റർ സൈഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പരാമർശം മാത്രമേ സുപ്രീം കോടതി നടത്തിയിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് സുപ്രീം കോടതിയെ തന്നെ എല്ലാ അർത്ഥത്തിലും പ്രകോപിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല ദുഷ്യന്ത് ദവേ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം ഈ 2 വർഷത്തെ മിനിമം പീരീഡ് എന്ന് പറയുന്നത് ഒരു തത്വമാണ്, ഒരു ജനാധിപത്യ നിയമതത്വം എന്നുള്ളതിനേക്കാൾ ജനാധിപത്യ തത്വമാണ്. ഗവൺമെന്റിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ കഴിയാൻ പാടില്ല. അതുപോലെ അവരുടെ ഓട്ടോണമി, ഫങ്ഷണൽ ഓട്ടോണമി, അവരുടെ ധർമ്മപരമായ പ്രവർത്തനപരമായ സ്വയംഭരണ സ്വഭാവം അത് സർക്കാരിന്റെ അധികാര പ്രയോഗത്തിലൂടെ ഇല്ലാതാകരുത്. ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ അവരുടെ ധർമ്മപരമായ അല്ലെങ്കിൽ പ്രവർത്തനപരമായ ഓട്ടോണമിയുടെ മേഖലയിൽ വരുന്ന കാര്യമാണ്. അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പ്രകാശ് സിംഗ് കേസിലെ വിധിയുണ്ടായത്. അതിനെ അടിസ്ഥാനമാക്കിയാണ് സെൻകുമാറിന്റെ കേസിലും വിധിയുണ്ടായത്. അതിനെ അട്ടിമറിക്കുന്നതാണ് സർക്കാരിന്റെ ഇതിനു ശേഷമുള്ള നടപടി എന്നുള്ള ദവേയുടെ വാദമുഖം യഥാർത്ഥത്തിൽ നിയമപരമായി അടിത്തറയുള്ളതാണ്. അത് കോടതി അന്യഥ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. പക്ഷെ അത് മനസ്സിലാക്കാൻ നമ്മുടെ ഗവൺമെന്റിനും ഗവൺമെന്റിന്റെ മറ്റ് പാർശ്വവർത്തികൾക്കും, ഔപചാരികമായ ഉപദേശകർക്കല്ല മറ്റ് പാർശ്വവർത്തികൾക്കും കഴിയാതെ പോയി എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. ദയവായി തുടരുക. എ വിജയരാഘവൻ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ടെലിഫോൺ ലൈനിലുണ്ട്. എ വിജയരാഘവൻ, ദുഷ്യന്ത് ദവേ സുപ്രീം കോടതിയിൽ വാദിച്ചത് സെൻകുമാറിനെ ഒഴിവാക്കുന്നതിന് 24 മണിക്കൂർ മാത്രമേ എടുത്തിട്ടുള്ളൂ. പുനർനിയമനം സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടും 13 ദിവസത്തിലധികം എടുക്കുന്നു. ഇപ്പോഴിതാ സുപ്രീം കോടതി തീരുമാനപ്രകാരം സംസ്ഥാന സർക്കാർ സെൻകുമാറിനെ DGP ആയി നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി അതിൽ ഒപ്പിട്ടിരിക്കുന്നു. ഈ പറയുന്ന വയ്യാവേലികൾ വലിച്ചു വെക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ സംസ്ഥാന സർക്കാരിന്? CPMന്റെ ഘടകകക്ഷികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികൾ ചോദിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയെ ഈ കാര്യങ്ങൾ ഉപദേശിക്കുന്നത് എന്നാണ്. ഇതൊന്നും ഇത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ സ്വാഭാവികമായിട്ടും ആ ഗവൺമെന്റിന്റെ മുൻഗണനകളെ കൂടി ആധാരമാക്കിയിട്ടായിരിക്കും. ഇവിടെ സംഭവിച്ചത് DGPയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ കണ്ടതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും ഹൈക്കോടതിയും അതിലൂടെ കടന്നുപോയതാണല്ലോ. അന്ന് ഈ വിധിയല്ല വന്നിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ വന്നപ്പോൾ മറിച്ചൊരു വിധി ഉണ്ടായി. സ്വാഭാവികമായിട്ടും അത്തരമൊരു വിധി വരുമ്പോൾ ഗവൺമെന്റ് 2 കാര്യങ്ങളാണ് നോക്കുക. ഒന്ന്, ആ വിധി നടപ്പിലാക്കേണ്ടി വരും. സുപ്രീം കോടതി എടുക്കുന്ന ഒരു തീരുമാനം രാജ്യത്ത് ഭരണഘടനാപരമായി ജുഡീഷ്യറിയിലെ ഏറ്റവും ഉയർന്ന സ്ഥാപനം എന്ന നിലയ്ക്ക് ആ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ചുമതലയായിട്ട് മാറുന്നുണ്ട്. അതേസമയം ആ സുപ്രീം കോടതി വിധിയിൽ തന്നെ വീണ്ടും അവ്യക്തതകളുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളത് ഭരണഘടനാപരമായിട്ട് ഉള്ള ഒരു സൗകര്യമാണ്. അത് ഉപയോഗിക്കുകയും ചെയ്യാം. രണ്ടും ഗവൺമെന്റ് ചെയ്യേണ്ടതുണ്ട്. ആ നിലയിലായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, 2012 മെയ് 22-ന് UDF സർക്കാർ സെൻകുമാറിനെ നിയമിച്ചത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് ഹെഡ് ഓഫ് പോലീസ് ഫോഴ്സ് എന്ന പദവിയിലാണ്. കേരള പോലീസ് നിയമത്തിലെ 14-ാം വകുപ്പ് പ്രകാരം ഇങ്ങനെ ഒരു പദവിയില്ല. DGPN സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നാണ് പദവിയുടെ പേര്. അതാണ് സാങ്കേതികമായ തടസ്സമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അത് മെറിറ്റ് പരിശോധിക്കുക പോലും ചെയ്യാതെ ഞങ്ങളുടെ വിധിയിലെല്ലാം ഉണ്ട്, നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിയമവിദഗ്ധരുടെ സഹായം തേടൂ എന്ന് പറയുന്നതിലൂടെ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ സാങ്കേതികമായി തേടിയ ഈ തിരുത്തൽ നിലനിൽക്കുന്നതല്ല എന്ന് സുപ്രീം കോടതി പറയുകയായിരുന്നു. അതെ, തീർച്ചയായും ഇത് സാങ്കേതികമായി എന്ന് പറയുന്നതിനേക്കാളും എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരു വാദത്തിന് വേണ്ടി നടത്തിയ വാദം എന്നുള്ള രീതിയിൽ മാത്രമേ അതിനെ കാണാൻ കഴിയൂ. കാരണം ഈ തസ്തികകളുടെ പേരെന്ന് പറയുമ്പോൾ മുൻപ് DGP, പിന്നീട് സംസ്ഥാനത്ത് അതുപോലും വന്നത് പ്രകാശ് സിംഗ് കേസിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് സംസ്ഥാന പോലീസ് നിയമം വന്നത്. അതിനു മുമ്പ് ജസ്റ്റിസ് KT തോമസ് കമ്മീഷന്റെ ശുപാർശകൾ ഉണ്ടായിരുന്നു. അപ്പോ ഈ നിയമത്തിൽ വന്നിരിക്കുന്ന തസ്തികയുടെ പേരിൽ ഉണ്ടായിട്ടുള്ള മാറ്റം പക്ഷെ അതിവിടെ പ്രസക്തമല്ല. കാരണം ഈ തസ്തിക സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നുള്ള നിലയിൽ തന്നെ പരിഗണിക്കപ്പെടുകയും ആ തസ്തികയിൽ തന്നെ ശ്രീ സെൻകുമാർ സേവനമനുഷ്ഠിക്കുകയും അതിനെക്കുറിച്ച് യാതൊരു പരാതിയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നോ ഇല്ലാതിരിക്കുകയും അത് സ്റ്റേറ്റ് പോലീസ് ചീഫ് തസ്തികയാണ് എന്നുള്ള നിലയിൽ തന്നെ കണക്കിലെടുത്തുകൊണ്ട് പ്രധാന കേസ് ഗവൺമെന്റും സെൻകുമാറും ബന്ധപ്പെട്ട മറ്റ് കക്ഷികളും നടത്തി ആ കേസിൽ ഒരു വിധി ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം
അപ്പോഴൊന്നും ഉന്നയിച്ചിട്ടില്ലാത്ത ഒരു വാദം വിധിക്ക് ശേഷം ഈ രീതിയിൽ ഉന്നയിച്ചത് വിധി നടപ്പിലാക്കാതെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാനാണ് എന്ന് മനസ്സിലാക്കാൻ നിയമപരിജ്ഞാനം പോലും വേണ്ട, സാമാന്യ ബുദ്ധി മാത്രം മതി. ഈ സാമാന്യ ബുദ്ധി മാത്രമാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഇന്ന് കാണിച്ചത്. ആ സാമാന്യ ബുദ്ധിയുടെ തന്നെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജി നിരാകരിക്കപ്പെട്ടത്. ബി ബാലഗോപാൽ, ചൊവ്വാഴ്ചയാണ് വീണ്ടും കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കുന്നത്. കോടതിയും അടയ്ക്കുകയാണ്. അന്നേ ദിവസം വിധി ഉണ്ടാകണോ അല്ലെങ്കിൽ വാദം കേൾക്കണോ എന്നത് സംബന്ധിച്ചാണ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഗവൺമെൻറ് ഇന്നിപ്പോൾ DGP ആയി സെൻകുമാറിനെ പുനർനിയമിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി അതിൽ ഒപ്പിടുകയും ചെയ്തിരിക്കുന്നു. എന്തു മാറ്റമാണ് സുപ്രീം കോടതിയിൽ അടുത്ത സീനിൽ ഉണ്ടാകാൻ പോകുന്നത്? നികേഷ്, ഇത് ഏതാണ്ട് പ്രതീക്ഷിച്ചിരുന്ന കാര്യം തന്നെയാണ്. കാരണം ഇന്ന് ഈ കേസ് പരാജയപ്പെട്ട അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടായപ്പോൾ തന്നെ സർക്കാർ അഭിഭാഷകരിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്ന സൂചനകൾ ഇന്ന് തന്നെ ഏതാണ്ട് ഈ ഉത്തരവ് ഇറങ്ങുകയും ഇതിന്റെ പകർപ്പ് എത്രയും വേഗം ഒരുപക്ഷെ നാളെ തന്നെ സെൻകുമാറിന് നൽകുകയും തിങ്കളാഴ്ച അദ്ദേഹം ചുമതലയേൽക്കുകയും ചെയ്തതിനു ശേഷം ചൊവ്വാഴ്ച അക്കാര്യം സുപ്രീം കോടതിയെ രേഖാമൂലം അറിയിക്കുന്നതിന് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നു എന്നതാണ് ഇന്ന് രാവിലെ മുതൽ ദില്ലിയിലും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകരിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിച്ചിരുന്ന വിവരം. എന്നിരുന്നാൽ കൂടിയും ഈ സംസ്ഥാന സർക്കാരിന്റെ റിവ്യൂ ഹർജി ഇപ്പോഴും ഈ കോടതിയുടെ പരിഗണനയിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഒരു പക്ഷേ ഇതിനകത്തൊരു നിയമപ്രശ്നം ഉയർന്നു വരാൻ സാധ്യത ഈ 2 വർഷത്തെ ടേം സംബന്ധിച്ചാണ്. അതായത് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകർ പറയുന്നത് 2015 മെയ് 22-നാണ് സെൻകുമാറിനെ DGP ആയി നിയമിക്കുന്നത്. അദ്ദേഹത്തിനുള്ള ലോക്ക് ഇൻ പീരീഡ് 2017 മെയ് 21-ന് അവസാനിക്കുമെന്നതാണ്. അതേസമയം സെൻകുമാറിന്റെ വിരമിക്കുന്നത് അദ്ദേഹം ജൂൺ 30-നാണ് വിരമിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ചൊവ്വാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ സെൻകുമാറിന്റെ അഭിഭാഷകർ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ, അതായത് അതിനായി പ്രത്യേക അപേക്ഷയൊന്നും നൽകാൻ സാധ്യതയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വ്യക്തത വരുത്തുന്നതിനുള്ള ഒരു നീക്കം നടത്താൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ കോടതിയലക്ഷ്യ ഹർജിയിലെ നടപടികൾ ചൊവ്വാഴ്ച ഈ ഉത്തരവ്, നിയമന ഉത്തരവ്, അതുപോലെ തന്നെ തിങ്കളാഴ്ച സെൻകുമാർ ഈ പോലീസ് മേധാവിയായി ചുമതലയേൽക്കുകയാണെങ്കിൽ അതിന്റെ സാക്ഷ്യപത്രവും ഒക്കെ കാണിക്കുമ്പോൾ ആ നടപടികൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് അവസാനിക്കുന്നതായിരിക്കും. പക്ഷേ റിവ്യൂ ഹർജി അപ്പോഴും കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് ചേംബറിലാണ് കേൾക്കുന്നത്. ഏതായാലും ഇനി ഇത് സംബന്ധിച്ച്, കാരണം ഇന്ന് തന്നെ കോടതി ഏതാണ്ട് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ റിവ്യൂ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോക്ക് ഇൻ പീരീഡ് സംബന്ധിച്ചുള്ള കാര്യത്തിലായിരിക്കും ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമപ്രശ്നങ്ങളോ മറ്റോ ഉണ്ടാകുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ നടക്കാൻ സാധ്യത. നികേഷ്. ശ്രീ ആന്റണി രാജു, സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാണിത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശമ്പളത്തിൽ നിന്ന് 25,000 രൂപ എടുത്തു കൊടുക്കണം, സംസ്ഥാന ഖജനാവിൽ നിന്ന് ഈ പിഴ ഈടാക്കാൻ പാടില്ല എന്ന്. ഇത് സംസ്ഥാന സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി താങ്കൾ കാണുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് സുപ്രീം കോടതിയാണ് നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠം. ആ നീതിപീഠത്തിൽ നിന്നൊരു വിധി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചാലും റിവ്യൂ ചോദിച്ചാലും ഒക്കെ അതിന് മുകളിൽ, ആ കോടതിയുടെ മുകളിൽ വേറെ കോടതികളില്ലാത്തതുകൊണ്ട് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത്തരം സുപ്രീം കോടതിയിൽ എടുക്കുന്ന വിധിയെ സമയബന്ധിതമായി നടപ്പിലാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതികൾ ഇത്തരം നിരീക്ഷണങ്ങൾ നടത്താറുണ്ട്. നമുക്കറിയാം, ഒരു ഗവൺമെൻറ് ഭരണമാറ്റമുണ്ടായി. ആ ഭരണമാറ്റം ഉണ്ടായതിൻ്റെ ഫലമായി ഇതൊരു DGP പോലുള്ള ഉന്നത തസ്തികകൾ ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ്. ഗവൺമെൻറ്റിന് വിശ്വാസമുള്ള ആളുകളെ നിയമിക്കുക എന്നുള്ളതും വിശ്വാസമില്ലാത്ത ആളുകളെ മാറ്റുക എന്നുള്ളതും ഒക്കെ ഗവൺമെൻറ് അധികാരത്തിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭരണമാറ്റം ഉണ്ടായി എന്ന് പറയുമ്പോൾ വെറും മുഖ്യമന്ത്രി മാറി എന്നുള്ളതല്ല, മറിച്ച് ഈ രാജ്യത്തിൻ്റെ പ്രധാന തസ്തികകളിലൊക്കെ തന്നെ ഒരു ഭരണമാറ്റത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുവാൻ ഗവൺമെൻറ്റിന് വിശ്വാസമുള്ള, അല്ലെങ്കിൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ആളുകളെ വെക്കുവാനുള്ള അധികാരം നൽകുന്നുണ്ട്. ഇവിടെ ഒരുപക്ഷെ ഇന്നത്തെ സാങ്കേതികമായ അല്ലെങ്കിൽ നിയമപരമായുള്ളൊരു പ്രൊസീജിയറൽ എറർ ഉണ്ടായി എന്നുള്ളതൊഴിച്ചാൽ DGPയെ മാറ്റി എന്നുള്ളതിനകത്ത് മറ്റൊരു തെറ്റ് പറയാൻ കഴിയില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ശരിയായ വിധത്തിൽ ആ പ്രൊസീജിയർ അനുസരിച്ചാണ് ശ്രീ സെൻകുമാറിനെ മാറ്റിയിരുന്നതെങ്കിൽ ഒരുപക്ഷെ കോടതിയിൽ ഇത് ചലഞ്ച് ചെയ്യില്ലായിരുന്നു. ഇവിടെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ 2 കോടതികൾ
ഈ സെൻകുമാറിനെ ഈ ഗവൺമെൻറ് മാറ്റിയതിന് ശേഷം 2 കോടതികൾ ഏതാണ്ട് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് തുല്യമാണെന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസിൻ്റെയും മറ്റൊരു ജസ്റ്റിസിൻ്റെയും മറ്റ് 2 മെമ്പർമാരടങ്ങുന്ന 4 മെമ്പർമാരടങ്ങുന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും അത് അംഗീകരിച്ചു. അതിനുശേഷം അതിനെ അപ്പീൽ ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോയപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ആ വിധിയെ അംഗീകരിച്ചു. കൺകറൻ്റായിട്ട് 2 വിധികൾ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് വന്നതാണ്. അതിനുശേഷം സെൻകുമാർ സുപ്രീം കോടതിയിൽ പോയി. സ്വാഭാവികമായിട്ട് സുപ്രീം കോടതിയുടെ വീക്ഷണത്തിൽ, സുപ്രീം കോടതിയുടെ പരിശോധനയിൽ, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിലയിരുത്തലിൽ ഈ നിയമനം ശരിയല്ല, ഈ സെൻകുമാറിനെ മാറ്റിയത് ശരിയല്ല എന്നൊന്ന് മാറ്റി. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് എടുത്ത തീരുമാനം ശരിയാണ്, ഞങ്ങളെടുത്ത തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിധി ഉണ്ടായതിനു ശേഷവും അതിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് അതേ കോടതിയുടെ മുമ്പിൽ ദൂരീകരിക്കണമെന്ന് ഗവൺമെൻറ്റിന് തോന്നിയാൽ അത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് ആ ഗവൺമെൻറ്റിന് തോന്നിയുകൊണ്ട് സുപ്രീം കോടതിയിലോട്ട് പോയി. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കറിയാലോ, സുപ്രീം കോടതി പരമോന്നത നീതിപീഠമായതുകൊണ്ട് അവരെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവർക്ക് ഇഷ്ടമായില്ല, അവർ ഇത്തരത്തിലുള്ളൊരു വിധി പ്രസ്താവിച്ചു. പക്ഷെ അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവസാനം വരെ ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഈ സമൂഹത്തെയും നീതിപീഠങ്ങളെയും ബോധ്യപ്പെടുത്താൻ തന്നെയാണ് അവസാന നിമിഷം വരെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ശ്രമിച്ചത്. 2 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമാകുന്നത്. ഒന്ന്, ദുഷ്യന്ത് ദവെ ചൂണ്ടിക്കാണിക്കുന്നത് സൂപ്രണ്ട് ഓഫ് പോലീസ് വരെയുള്ള ഉദ്യോഗസ്ഥരെ മാറ്റുന്നതിനും നിശ്ചയിക്കുന്നതിനുമുള്ള അധികാരം DGPക്കാണ്. അതിപ്പോൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഈ സമയമെടുക്കൽ എന്നാണ്. അപ്പോൾ സുപ്രീം കോടതി പറയുകയും ചെയ്തു, മാലഫൈഡ് ആക്ഷേപമുണ്ട്, അതിൻ്റെ മെറിറ്റിലേക്ക് ഞങ്ങൾ പോകുന്നില്ല, ഗവൺമെൻറ്റിൻ്റെ ഹർജി തന്നെ അത് ശരിവെക്കുന്നതാണ് എന്ന്. അപ്പോൾ സുപ്രീം കോടതി ആ വിഷയത്തിൽ ഗവൺമെൻറ്റിന് എന്തോ ദുശാഠ്യങ്ങളുണ്ട് എന്നോ അല്ലെങ്കിൽ അനാവശ്യമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നോ സുപ്രീം കോടതി വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇനി അഥവാ സാങ്കേതികത്വത്തിൽ സംശയമുണ്ട് എങ്കിൽ പോലും തൊട്ടടുത്ത ദിവസത്തിൽ സുപ്രീം കോടതിയിൽ പോകാമായിരുന്നു. അതിന് പകരം 13 ദിവസം കാത്തു നിൽക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ആ മാലഫൈഡ് സംശയം ബലപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? ശ്രീ വിജയരാഘവൻ. അല്ല, ഇതിൽ നമ്മൾ കണ്ടെന്താ വെച്ചാല് ഈ വിധിയോട് ഗവൺമെന്റ് പ്രതികരിച്ചതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഈ വിധി വന്ന ഉടൻ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഈ വിധി കോടതി വിധി എന്നുള്ള നിലയിൽ അതിനെ ബഹുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് എന്റെ പൊതു സമീപനം. അത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യം. നമുക്ക് ഈ വിഷയത്തില് സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് ഭരണഘടനാപരമായ ചുമതലയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ. സ്വാഭാവികമായും ആ വിധി നടപ്പിലാക്കേണ്ടി വരും. ദയവായി തുടരുക ശ്രീ വിജയരാഘവൻ. വി.ഡി. സതീശൻ, KPCC വൈസ് പ്രസിഡന്റ്. ശ്രീ വി.ഡി. സതീശൻ, സുപ്രീം കോടതി വിധിയെ താങ്കൾ KPCC എങ്ങനെ കാണുന്നു? അല്ല, ഇതിന്റെ അകത്ത് വളരെ അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത്, എവിടെ നിന്നാണ് ഈ ഗവൺമെന്റിന് ഉപദേശം കിട്ടിയത് ഈ സുപ്രീം കോടതി വിധിയെ കുറിച്ച് റിവ്യൂ ഹർജി കൊടുക്കാൻ വേണ്ടിയുള്ള ഉപദേശം കിട്ടിയത്? കാരണം ആദ്യത്തെ ജഡ്ജ്മെന്റ് വളരെ വ്യക്തമാണ്. നാട്ടിൽ സാമാന്യ യുക്തിയുള്ള എല്ലാവർക്കും അറിയാം, സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് വന്നാൽ അത് നടപ്പാക്കാൻ ബാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളെല്ലാം അത് നടപ്പാക്കും. അതിനു പകരം ഈ ജഡ്ജ്മെന്റ് നടപ്പാക്കുന്നത് വലിച്ചു നീട്ടി ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ടാക്കി വളരെ അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങൾ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിഡ്ഢിത്തം നിറഞ്ഞ ചില വാദമുഖങ്ങളുമായി സുപ്രീം കോടതിയിൽ പോയി. ഇത് സുപ്രീം കോടതി പോകേണ്ട ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ പോലും ഇത് അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് വലിച്ചു കീറി കൊട്ടയിലിടുന്ന വാദമുഖങ്ങൾ. ഇവിടെ ഈ സംസ്ഥാനത്ത് ആരാണ് മുഖ്യമന്ത്രി ഉപദേശിക്കുന്നത്? ഈ ഗവൺമെന്റിനെ ഉപദേശിക്കുന്നത്? ഇവിടെ ഒരു അഡ്വക്കേറ്റ് ജനറൽ ഇല്ലേ? നിയമോപദേശകന്മാരില്ലേ? സാമാന്യ ബുദ്ധിയുള്ള നിയമത്തിന്റെ സാമാന്യമായ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ പോലും സമ്മതിക്കാത്ത ഒരു കാര്യമാണ്. അത്രയും വളരെ ഫ്ലെംസി ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടുമായിട്ട് ഇവരെന്തിനു വേണ്ടിയിട്ടാണ് അവിടെ പോയത്? വി.ഡി. സതീശൻ, നിയമമന്ത്രി AK ബാലൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഒരു പൗരന് ഉള്ള അവകാശം സർക്കാരിനുമുണ്ട്. റിവ്യൂ ഹർജി നൽകുക, വ്യക്തത വരണമെങ്കിൽ. അത് അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ വ്യക്തത വേണമെന്ന് തോന്നുകയാണെങ്കിൽ. ഒരു അവ്യക്തതയും ഇല്ലാത്തൊരു ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഒരു അവ്യക്തതയും ഇല്ല. വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്. 57 പേജുള്ള ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ. വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ആർക്കാണ് അതിൻ്റെ അകത്ത് സംശയം? എന്ത് കാരണം കൊണ്ടിട്ടാണ് ഇത് മാലഫൈഡ് ആരോപിച്ച്
ഈ പറയുന്ന ഉത്തരവ് റദ്ദാക്കിയതെന്ന് വളരെ കൃത്യമായി പറയുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് സുപ്രീം കോടതി പറയുന്നു. അത്തരം ഒരു വന്നിട്ട് ഇത് മനഃപൂർവ്വമായി വഹിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമമാണ്. സെൻകുമാറിന് വളരെ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി, ശത്രുതയോടുകൂടി ഇത് ഞാൻ ചോദിക്കുന്നത്, ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്, ഒരു ഫ്യൂഡൽ ഗവൺമെന്റ് ആണ്. ഫ്യൂഡൽ കാലഘട്ടത്തിലാണ് ഇങ്ങനെ തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇതൊരു ഭരണഘടനാ സംവിധാനം ഉള്ള ഒരു രാജ്യമല്ലേ, ജനാധിപത്യ രാജ്യമല്ലേ. ഇവിടെ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ചെയ്തത്. ആ ജഡ്ജ്മെന്റ് വന്ന ഉടൻ തന്നെ 24 മണിക്കൂറിനകം സെൻകുമാറിനെ ആ സ്ഥാനത്ത് ചുമതല ഏൽപ്പിച്ചിരുന്നെങ്കിൽ എത്ര ഭംഗിയാകുമായിരുന്നു. ആരെങ്കിലും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുമായിരുന്നു. ഒരു ഗവൺമെന്റ് ഒരു ഉദ്യോഗസ്ഥനെ മാറ്റുന്നതൊന്നും വലിയ കാര്യമല്ല. ഉദ്യോഗസ്ഥനെ മാറ്റിയപ്പോൾ അതിന് ആവശ്യമായ കാരണങ്ങളില്ലാതെ വന്നു. കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ വന്നു. മാത്രമല്ല അതിന്റെ രണ്ട് പ്രാവശ്യം ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് മനഃപൂർവ്വമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയൊരു ഉദ്യോഗസ്ഥനെ മാറ്റിയതാണ് എന്ന് ആ കോടതിയിൽ തെളിയിക്കാൻ സെൻകുമാറിന് കഴിഞ്ഞു. ദയവായി തുടരുക. ശ്രീ ആന്റണി രാജു, ആരാണ് ഈ സർക്കാരിനെ ഉപദേശിക്കുന്നത്? ലോ സെക്രട്ടറി, അതുപോലെ ഇനി അഥവാ ഉപദേശകരുടെ കാര്യത്തിലാണെങ്കിൽ നിയമോപദേശകൻ, എല്ലാം തന്നെയും സർക്കാരിനോട് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തുടർച്ചയായ തിരിച്ചടി, പ്രത്യേകിച്ച് കോടതികളിൽ നിന്നുള്ളത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമാണോ? അല്ല, ഒരു ഗവൺമെൻറ്റുകൾ ഫയൽ ചെയ്തിട്ടുള്ള അപ്പീലുകളിലും റിവിഷനിലും ഒക്കെ പലപ്പോഴും തള്ളിപ്പോയിട്ടുണ്ട്, തിരിച്ചടിയിലുണ്ടായിരുന്നത് പുതിയ കാര്യമൊന്നുമല്ല. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഗവൺമെൻറ് ഉത്തരവ് പുനഃപരിശോധിച്ച് മറ്റൊരു ഉത്തരവ് ഇറക്കേണ്ടി വരുമ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ചെയ്യേണ്ടത്, ഗവൺമെൻറ് ആദ്യം ആ ഉത്തരവിനെ അതിൻ്റെ നിയമപരമായ ക്ലാരിഫിക്കേഷന് വേണ്ടി ലോ സെക്രട്ടറിക്ക് അയക്കുന്നു. ലോ സെക്രട്ടറി എഴുതിയെന്താ, അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ എഴുതിക്കൊണ്ട് അദ്ദേഹം എഴുതി ഇതിനെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഒപ്പീനിയൻ കൂടെ വാങ്ങിക്കണമെന്ന് എഴുതി. അഡ്വക്കേറ്റ് ജനറൽ നൽകിയ ഉപദേശം അനുസരിച്ച് സുപ്രീം കോടതിയിൽ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കണമെന്ന് എഴുതിയാൽ പോകാനുള്ള ബാധ്യത ഗവൺമെൻറ്റുണ്ട്. വേണമെങ്കിൽ പോകാതിരിക്കാം. പക്ഷേ ഒരു ഗവൺമെൻറ് പോയി എന്നുള്ളത് കൊണ്ട് അതൊരു മഹാ അപരാധമായി പോയി എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. ഇത് ഒരു ഗവൺമെൻറ് ക്ലാരിഫിക്കേഷൻ ചോദിക്കാനുള്ള നിയമത്തിൽ പറയുന്ന അവകാശമാണ്. അത് വിനിയോഗിച്ചു. അത് സുപ്രീം കോടതിയുടെ അന്തിമ വിധിയിൽ അതിൻ്റെ ആവശ്യമില്ല, അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു, ഗവൺമെൻറ് ചെയ്യുന്നു. അതിനെ ഒരു മഹാ അപരാധമായോ പാവമായോ കാര്യമില്ല. സാധാരണഗതിയിൽ ഒരു സർക്കാരിന് സംഭവിക്കാത്ത വീഴ്ചയാണ് ഇപ്പോൾ 6-8 ഉപദേശകരുള്ള സർക്കാരിന് ഉണ്ടാകുന്നത്. ഈ ഉപദേശകരാണോ യഥാർത്ഥത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? അല്ല, ഇവിടെ പക്ഷേ ഇത് ലോ സെക്രട്ടറിയുടെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശം അനുസരിച്ചാണല്ലോ പോയത്. അത് രണ്ടും ഭരണഘടനാപരമായി സംവിധാനത്തിൽ നിലനിൽക്കുന്ന 2 പോസ്റ്റുകളാണല്ലോ. അതുകൊണ്ട് അവരുടെ നിയമോപദേശം അനുസരിച്ച് പോയ സ്ഥിതിക്ക് നമ്മളൊരു ഗവൺമെൻറ്റിനെ അങ്ങനെ നമ്മളറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പ്രതിക്കൂട്ട് നിർത്തേണ്ട കാര്യമില്ല. അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശം അനുസരിച്ച് തന്നെയാണ് പോയത്. അത് ആ കേസ് വിജയിച്ചില്ല എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ സംഭവം ഉണ്ടായി എന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യം ഇതിനകത്തുണ്ട്. വിജയരാഘവൻ തുടർന്നു. വിജയരാഘവൻ, ഈ ഉപദേശകരെ കൊണ്ട് ഈ സർക്കാർ തോറ്റോ? ഉപദേശകരുടെ ഉപദേശമാണോ ഇത്രയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്? അല്ലല്ല, ഗവൺമെന്റ് ഒരു സമീപനം, ഗവൺമെന്റിന്റെ നയമുണ്ട് ഇക്കാര്യത്തിൽ. നമ്മൾ കണ്ടത് ഈ നിയമവുമായി ബന്ധപ്പെടുത്തി ഗവൺമെന്റ് ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്, ഒരു നിലപാടിൽ ഗവൺമെന്റ് നിന്നതാണ്. ആ നിലപാട് താഴെ 2 കോടതികൾ. അപ്പോ നമ്മൾ ഈ സുപ്രീം കോടതി തീരുമാനം എടുക്കുന്നത് വരെ അതിന്റെ തൊട്ട് താഴെയുള്ള കോടതികളാണല്ലോ നിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഘട്ടത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും ഹൈക്കോടതിയും ഈ നിലപാട് ഇപ്പോൾ സുപ്രീം കോടതി നിലപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത്. അപ്പൊ ഗവൺമെന്റിന് ആകെ ഒരു തകരാറ് സംഭവിച്ചു നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷേ അതേസമയം നമ്മുടെ വ്യവസ്ഥയിൽ സ്വാഭാവികമാണ് സുപ്രീം കോടതിയാണ് പരമോന്നത നീതിപീഠം എന്നുള്ളത് കൊണ്ട് അവർ പറയുന്നതാണ് ശരി. ആ ശരിയെ നിരാകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയില്ല. അതേസമയം തുടരുക ദയവായി. ശ്രീ വി ഡി സതീശൻ, ഇവിടെ തോറ്റോ ജയിച്ചോ എന്ന വാദത്തിൽ പോലും കഴമ്പില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞതാണല്ലോ. നിയമത്തിൻ്റെ വിജയം, നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും ഒരു സർക്കാർ പരിഗണിക്കും. അത് മണ്ടത്തരമാണോ അല്ലയോ എന്നതിലൊക്കെ കാര്യമുണ്ടോ? വിധി തോറ്റാൽ മണ്ടത്തരമായി പോയി എന്ന് നമുക്ക് സ്വാഭാവികമായും വാദിക്കാം. ജയിക്കുകയാണെങ്കിൽ പറയാം, 13 ദിവസം കൂടി സർക്കാരിന് കൂടുതലായി കിട്ടിയെന്ന്. മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ആ നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും പരിഗണിക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത് എന്നാണ്. ഇനി വേണമെങ്കിൽ സെൻകുമാറിന് അടുത്ത ചൊവ്വാഴ്ച വാദിക്കാം, ഈ 13 ദിവസം എനിക്ക് സർക്കാർ മൂലം നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്കത് നീട്ടിത്തരണമെന്ന്. സുപ്രീം കോടതിക്ക് അതിനും അധികാരമുണ്ട്. അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുക, സുപ്രീം കോടതി അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക, ഒരു നിയമം എന്നുള്ള നിലയിൽ നമ്മളത് നടപ്പിലാക്കുക.
അല്ല, അങ്ങനെയൊന്നും ഉള്ള ഒരു കൺഫ്യൂഷൻ ഈ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. ജഡ്ജ്മെന്റ് വളരെ വ്യക്തമാണ്, വളരെ വിശദീകരിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഏപ്രിൽ 13 ഫയലിൽ എഴുതി വെച്ചിരിക്കുന്നതും മെയ് 26 ഫയലിൽ എഴുതി വെച്ചിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം മനഃപൂർവ്വമായി ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഒരു കേസ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് എന്ന് കോടതിക്ക് വ്യക്തമായ സാഹചര്യത്തിലാണ്. അതായത് ആളെ ആ സ്ഥാനത്ത് നിന്നും മാറ്റിയതിന് ശേഷമാണ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് വീണ്ടും ഫയലിൽ തിരിമറി കാണിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് വളരെ തെളിവ് സഹിതം സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ആദ്യത്തെ ഉത്തരവ് റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം സുപ്രീം കോടതി കൊടുത്തത്. വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതാണ്. അതിൽ എന്ത് കൺഫ്യൂഷൻ ഇപ്പൊ ഓരോരുത്തർ പറയാണ് DGP ആയിരിക്കുന്ന ലോകനാഥ് ബെഹ്റയെ എവിടെ അപ്പോയിന്റ് ചെയ്യും, ഇതൊക്കെ സുപ്രീം കോടതിയാണോ ചോദിക്കുന്നത്? അതൊക്കെ ഗവൺമെന്റിന്റെ തീരുമാനമല്ലേ. ഈ ഗവൺമെന്റ് ഈ ദിവസങ്ങൾക്കിടയിൽ എത്ര ഉദ്യോഗസ്ഥന്മാരെയൊക്കെ എവിടെയെല്ലാം പോസ്റ്റ് ചെയ്തു ഇടയിൽ വളരെ മാന്യമായി സുപ്രീം കോടതിയുടെ ഒരു വിധി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സുപ്രീം കോടതിയുടെ ഒരു വിധി ആദ്യം വന്നു എന്ന് കരുതി അത് അത്ര വലിയൊരു പ്രശ്നമല്ല. പക്ഷെ അത് അനുസരിക്കാതെ വീണ്ടും അത് വലിച്ചു നീട്ടി ആ ശത്രുതയോടുകൂടി ആ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഒരു ഉദ്യോഗസ്ഥനെ ഒരു ഗവൺമെന്റ് ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ്. മാത്രമല്ല ഈ റിവ്യൂ ഹർജി കൊടുക്കുന്നത് എപ്പോഴാ? റിവ്യൂ ഹർജി റിവിഷൻ ഹർജിയൊക്കെ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. റിവ്യൂ ഹർജി കൊടുക്കുന്നത് ജഡ്ജ്മെന്റിൽ അപ്പാരന്റ് ആയിട്ടുള്ള വളരെ പ്രത്യക്ഷത്തിലുള്ള വലിയ മിസ്റ്റേക്കുകൾ, വസ്തുതാപരമായ തെറ്റുകൾ വരുമ്പോഴാണ് അത് തിരുത്താൻ വേണ്ടിയിട്ട് റിവ്യൂ ഹർജി കൊടുക്കണം. റിവ്യൂ ഹർജിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, സുപ്രീം കോടതിയിലെ റിവ്യൂ ഹർജിയെ കുറിച്ചും ഹൈക്കോടതിയിലെ റിവ്യൂ ഹർജി കൊടുക്കുന്നതിനെ കുറിച്ചും ഒക്കെ കൃത്യമായി പറയുന്നുണ്ടല്ലോ. ഇവിടെ എന്താണ് പ്രത്യക്ഷത്തിലുള്ള വസ്തുതാപരമായ? അതാണ് അക്കാര്യത്തിലുള്ള താങ്കളുടെ വാദം. TP സെൻകുമാറിനെ വീണ്ടും പോലീസ് മേധാവിയായി നിയമിച്ചിരിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. ചൊവ്വാഴ്ചയാണ് ഇക്കാര്യത്തിൽ കോടതി അലക്ഷ്യ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനുള്ളത്. അക്കാര്യത്തിൽ ഫയൽ തിരിമറി അടക്കമുള്ള വിഷയങ്ങൾ സുപ്രീം കോടതി ആ ഘട്ടത്തിൽ പരിഗണിക്കുമോ എന്നുള്ളതാണ് നമുക്കിനി വിശകലനം ചെയ്യേണ്ടത്. വീണ്ടും സ്വാഗതം. TP സെൻകുമാർ വീണ്ടും പോലീസ് മേധാവി. ശ്രീ A. വിജയരാഘവൻ, പുതിയ പുതിയ വിഷയങ്ങളെ ഈ കേസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒന്ന്, ചീഫ് സെക്രട്ടറിയായ നളിനി നെറ്റോ ഫയലിൽ കൃത്രിമം കാണിച്ചു എന്ന ആക്ഷേപം ഒന്നാം ഹർജിയിൽ തന്നെ TP സെൻകുമാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതനുസരിച്ചാണ് സർക്കാരിനെതിരായിട്ടുള്ള വിധി വന്നിട്ടുള്ളത്. ഇപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് പെറ്റീഷൻ വരുമ്പോൾ പോലും പുതിയ ആക്ഷേപങ്ങൾക്കൊപ്പം അതുകൂടി ചേർക്കുക എന്ന് പറയുമ്പോൾ ഈ സർക്കാർ ഫയൽ തിരുത്തി എന്നുള്ളത് വലിയ ഗൗരവമുള്ള വിഷയമായി ഉയർന്നു വരാനിടയില്ലേ? അത് സർക്കാരിനെതിരായിട്ടുള്ള പരാമർശങ്ങൾക്ക് വീണ്ടും വഴിവെക്കില്ലേ? ഇവിടെ നമ്മൾ കാണേണ്ടത് വെച്ചാല് ഇതൊക്കെ കോടതി വാദത്തിൻ്റെതായ കാര്യങ്ങളാണ്. കോടതിയിൽ സ്വാഭാവികമായിട്ടും ഇതിൽ സെൻകുമാറിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ ന്യായങ്ങൾ പറയുമല്ലോ, സ്വാഭാവികമല്ലേ. അപ്പൊ കോടതി തന്നെ ഒരു വിധിന്യായത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? വിധിന്യായത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ കോടതി ആ വിധിയിൽ എത്താൻ പറ്റിയ ഭാഗങ്ങളായിരിക്കും എംഫസൈസ് ചെയ്യപ്പെടുക. അതിനാണ് മുഖ്യ പ്രാമാണികത കിട്ടുക. അതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു വിധിയിലേക്ക് എത്തുമ്പോൾ ഒരു കോടതി പരാമർശങ്ങളുടെ പൊതു സ്വഭാവമാണത്. കാരണം അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ വിധി പ്രഖ്യാപിക്കുന്നു, അതാണത്. നമ്മൾ കാണേണ്ട ഇവിടെ ഒരു ഉദ്യോഗസ്ഥനും ഗവൺമെന്റും തമ്മിലുള്ള ഒരു വിഷയമാണത്. ഗവൺമെന്റ് എടുത്തൊരു തീരുമാനത്തോട് ഒരു ഉദ്യോഗസ്ഥൻ തന്റേതായ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തി നിയമപരമായ പരിരക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു. അത് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാവും, എല്ലാ ഗവൺമെന്റിന്റെ കാലത്തുണ്ടാവും. ഇവിടെയും ആ ഗവൺമെന്റിന്റെ നയസമീപനങ്ങളുടെ ഒരു തുടർച്ചയാണ് ഗവൺമെന്റ് തീരുമാനം എടുക്കുക. ഗവൺമെന്റ് ആ തീരുമാനം എടുക്കാൻ ഗവൺമെന്റിന്റേതായ ന്യായങ്ങളിൽ ആ തീരുമാനം എടുത്തിരിക്കുകയാണ്. പക്ഷെ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ അതുമായി ബന്ധപ്പെടുത്തി തന്റെ നിയമപരമായ പരിരക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വ്യത്യസ്തങ്ങളായ കോടതികളിൽ നടത്തിയതിന്റെ ഒരു സമാപ്തിയാണത്. അതിൽ അസ്വാഭാവികമായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. തോറ്റു ജയിച്ചു എന്നുള്ളത് നിയമത്തിന്റെ ഒരു നടത്തിപ്പാണത്. അത് ഏത് ഗവൺമെന്റിന്റെ കാലത്തുണ്ടാവും. ഇനി നാളെ ഒരു ഗവൺമെന്റ് വന്നാൽ വേറെ ഉണ്ടാവും. മറ്റൊരു കോടതി വിധി പക്ഷേ ഇതിന് വ്യത്യസ്തമായി വന്നു എന്നും വരാം. ഇപ്പൊ ഇതാണ് നിയമം. സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി പറയുന്നിടത്താണ് നിയമം. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി അതിന്റെ ന്യായത്തിന്, അതിന് വിധിന്യായം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ഭാഗമായി ഉദ്ധരിച്ച ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഈ ചൂണ്ടിക്കാണിക്കുന്നത്. അതൊക്കെ ഇവിടെ ശ്രീ ആന്റണി രാജു, സർക്കാരിന് ഇത് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായോ? ഇപ്പോൾ TP സെൻകുമാറും നളിനി നെറ്റോയും തമ്മിലുള്ള ഒരു പോര്, ഇപ്പോൾ അവസാനം കോടതി അലക്ഷ്യം നൽകുന്നത് പോലും മുഖ്യമന്ത്രിയുടെ പേര് ചേർത്തിട്ടില്ല, പകരം നളിനി നെറ്റോയുടെ പേരാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു ഡൈനാമിസം മുഖ്യമന്ത്രിയും സർക്കാരും കാണിക്കേണ്ടതായിരുന്നു,
അങ്ങനെ കാണിച്ചിരുന്നുവെങ്കിൽ ഈ സർക്കാരിനെതിരെ ഇത്രയും വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ കിട്ടിയത് കിട്ടി, ഇനിയിപ്പോൾ ചൊവ്വാഴ്ച കണ്ടംപ്റ്റ് എന്താണ് സംഭവിക്കുക എന്നറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം സർക്കാർ കാണിക്കേണ്ടതായിരുന്നില്ലേ? അല്ല, ശ്രീ സെൻകുമാറിൻ്റെ ഹർജി പരിശോധിച്ചാൽ ശ്രീ സെൻകുമാറിന് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി, അന്നത്തെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്ന നളിനി നെറ്റോയുമായി എന്തോ അഭിപ്രായ ഭിന്നതയും അവർ തമ്മിൽ എന്തോ പരസ്പരമായ ഭിന്നതയും ഉണ്ടായിരുന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ശ്രീ സെൻകുമാറിൻ്റെ ആദ്യ ഹർജിയിൽ തന്നെ. പക്ഷേ ആദ്യ ഹർജിയിൽ ഇവിടെ ബഹുമാനായ സുഹൃത്ത് ശ്രീ വി ഡി സതീശൻ പറഞ്ഞ് ഈ 2 റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നു, വൈരുദ്ധ്യമാണ്, അത് കൃത്രിമമായി ഉണ്ടാക്കിയത്. ഇതൊക്കെ ഈ ആരോപണങ്ങളെല്ലാം സുപ്രീം കോടതിയുടെ മുമ്പിൽ വാദമുഖങ്ങളിൽ ഉന്നയിച്ചിട്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതൊന്നും ശരിയാണെന്ന് കണ്ടെത്തിയിരുന്നില്ല. കണ്ടിരുന്നുവെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാനുള്ള ഉത്തരവ് ഇതേ ജഡ്ജ്മെന്റിൽ വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് ഇടാമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങ് ചോദിച്ചൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത, പ്രത്യേകിച്ച് വളരെ ഉന്നതമായ തലത്തിൽ, ചീഫ് സെക്രട്ടറി തലത്തിൽ, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി തലത്തിൽ, DGP തലത്തിൽ അത്തരം എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയും വ്യക്തിവിരോധവും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ് ജാഗ്രതയോടെ ഒരു കണ്ണ് വേണം എന്ന് ഗവൺമെൻറ് ഓർമ്മിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ സെൻകുമാറിൻ്റെയും നളിനി നെറ്റോയുടെയും വിഷയത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതൊന്നും തന്നെ സുപ്രീം കോടതി വിശ്വസിച്ചതായി കാണുന്നില്ല, അല്ലെങ്കിൽ സുപ്രീം കോടതി നടപടിയെടുക്കും. ഇവിടെ എൻ്റെ സ്നേഹിതൻ ശ്രീ വി ഡി സതീശൻ ഒരു കാര്യം പറഞ്ഞു, റിവ്യൂ ഹർജി കൊടുക്കുമ്പോൾ അതിന് ചില നിയമവ്യവസ്ഥകളുണ്ട്, അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അതിന് ആധാരമായ ഒന്നുമില്ല. ഇവിടെ റിവ്യൂ ഹർജി അല്ല, ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ക്ലാരിഫിക്കേഷൻ ഹർജി മാത്രമാണ്. അതുപോലെ നികേഷ് ചോദിച്ച ഒരു ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ഇവിടെ SP വരെയുള്ള DYSP വരെയുള്ള മാറ്റാനുള്ള സർവ്വ അധികാരവും DGPക്കാണ്. അത് ശരിയല്ല. DGP ഇറക്കുന്ന ഉത്തരവ് ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് ഗവൺമെൻറ് വേണമെങ്കിൽ അത് റദ്ദാക്കാൻ, സ്റ്റേ ചെയ്യാനുള്ള സമ്പൂർണ്ണമായ അധികാരം ഗവൺമെൻറ്റുണ്ട്. അതുകൊണ്ട് അത്തരം പരമാധികാരമൊക്കെ ഗവൺമെൻറ്റിൽ തന്നെയാണ് നിക്ഷിപ്തം. ഒരു DGP വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇനി എല്ലാം എന്നുള്ള ധാരണ ആർക്കും വേണ്ട. അത് ഗവൺമെൻറ് തന്നെയാണ് ഇക്കാര്യത്തിൽ പരമാധികാരം. അതുകൊണ്ട് സെക്രട്ടറിയുടെ ഒപ്പതിൽ വേണമായിരിക്കും. പക്ഷേ സെൻകുമാർ സ്വന്തം നിലക്ക് തീരുമാനമെടുക്കാൻ തുനിഞ്ഞാൽ അക്കാര്യത്തിൽ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള നിയമനങ്ങൾ എന്നാണ് ദുഷ്യന്ത് ദവേ ഇതിനകം തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രീ വി ഡി സതീശൻ, താങ്കളിലേക്ക് മടങ്ങി വന്നാൽ, ഇത് 2 ഉദ്യോഗസ്ഥന്മാരുടെ തമ്മിലുള്ള തർക്കം, ആ തർക്കത്തിൽ സർക്കാരിനെന്ത്? താങ്കൾ തന്നെ നേരത്തെ പറയുമ്പോൾ സൂചിപ്പിച്ചു, സ്വാഭാവികമാണ് സർക്കാരുകൾ മാറി വരുമ്പോൾ അവരവരുടേതായ നോമിനിയെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ സർക്കാരിന് ഒന്നുമില്ല എന്ന് താങ്കൾ പറയുന്നതിലൂടെ തന്നെ വ്യക്തമാവുകയല്ലേ? തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയാം. ഈ പോലീസ് ആക്ട്, ഇപ്പോഴത്തെ പോലീസ് ആക്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും കൂടി ആ സമിതിയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ DGPമാർക്ക് 2 വർഷത്തെ സമയം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ഏകപക്ഷീയമായി അത് കൊടുക്കരുത്. കാരണം ഒരു ഗവൺമെന്റുമായി ഇടയുന്ന ഒരു DGP, അല്ലെങ്കിൽ ഗവൺമെന്റിനെ അനുസരിക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ ഗവൺമെന്റിന് തലവേദന ഉണ്ടാക്കുന്ന ഒരാൾ, ജനവിരുദ്ധമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ വന്നാൽ മാറ്റാനുള്ള ഒരു അധികാരം ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിന് ഉണ്ടാകണ്ടേ? അതുകൊണ്ടാണ് ഒരു പ്രൊവിഷൻ അതിൻ്റെ അകത്ത് വെച്ചത്. ഞാനതിനെ പിന്തുണച്ച ആളാണ്. യഥാർത്ഥത്തിൽ അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അപ്പൊ ഇതൊക്കെ മാറ്റാനുള്ള അധികാരങ്ങളൊക്കെ ഗവൺമെന്റിലുണ്ട്. അതൊന്നും ഞാനത് വലിയ തെറ്റാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ ഒരാള് നിയമവ്യവസ്ഥ അനുസരിച്ച്, ആ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ടല്ല മാറ്റിയിരിക്കുന്നത്, ആ നിയമത്തിന്റെ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ടാണ് മാറ്റിയിരിക്കുന്നത് എന്ന് കോടതിയിൽ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ നിയമവ്യവസ്ഥ അനുസരിച്ചാണ് മാറ്റിയിരിക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടി ഈ ഫയലുകളിൽ കൃത്രിമം കാണിച്ചത്. ആ ഫയലുകളിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ നികേഷ് വളരെ പ്രസക്തമായൊരു ചോദ്യം ചോദിച്ചു. ഉദ്യോഗസ്ഥന്മാര് തമ്മിലുള്ള തർക്കമുണ്ട്, ഗവൺമെന്റ് അതിൻ്റെ അകത്ത് എടുക്കേണ്ട ഒരു നിലപാടുണ്ട്. ഞാൻ കഴിഞ്ഞ നിയമസഭയില് തൊട്ട് ഇതിനു മുമ്പ് ചേർന്ന സമ്മേളനത്തിൽ ഭരണസ്തംഭനം എന്നുള്ളൊരു വിഷയം ഉയർത്തിക്കൊണ്ട് വളരെ വ്യക്തമായി ഇത് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. കാരണം 5-6 മാസക്കാലമായി കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ, IPS-ലും IAS-ലും ഉള്ള ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ പരസ്പരം പോരടിക്കുന്നു. എല്ലാ ദിവസവും ഒരു പരാതി പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുന്നു, ആ ഏജന്റുമാരെ വെച്ച് കേസ് കൊടുക്കുന്നു, പരാതികൾ കൊടുക്കുന്നു. അന്ന് തന്നെ ഈ കേസ് ഞാൻ പറഞ്ഞാണ്. കാരണം DGP സെൻകുമാറുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ
ചീഫ് സെക്രട്ടറി, അന്ന് ഹോം സെക്രട്ടറി ആയിരുന്ന ശ്രീമതി നളിനി നെറ്റോ ടാമ്പർ ചെയ്തെന്ന് പറഞ്ഞ ഒരു പരാതിയുണ്ട്. സെൻകുമാറിനെതിരെ പരാതിയുണ്ട്, ജേക്കബ് തോമസിനെതിരെ പരാതിയുണ്ട്, വിജയാനന്ദിനെതിരെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും പരസ്പരം പരാതി. അപ്പൊ ഗവൺമെന്റിന് ഉദ്യോഗസ്ഥന്മാർ തമ്മിലടിക്കുമ്പോൾ ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുമ്പോൾ അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? ഞാനൊന്ന് പറഞ്ഞു, AK ആന്റണി ആണെങ്കിലും അച്യുതാനന്ദനാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും ഇത്തരം വിഷയങ്ങൾ 24 മണിക്കൂർ കൊണ്ടോ 48 മണിക്കൂർ കൊണ്ടോ അവസാനിക്കും. 6 മാസക്കാലം കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ പൊരിഞ്ഞടി നടന്നിട്ട് അതൊന്ന് പരിഹരിക്കാനുള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായോ? വെറുതെ കുറെ കാണുന്ന ആളുകളെയും മീറ്റിംഗിലോ നിയമസഭയിലോ. ഇപ്പോഴാണ് ശരിയായ പോയിന്റിലേക്ക് എത്തിയിട്ടുള്ളത്. ശ്രീ A. വിജയരാഘവൻ, VD സതീശൻ പറയുന്നത് പോലെ ഈ സർക്കാർ എവിടെയെങ്കിലും പരാജയമാണോ എന്ന് ചോദിച്ചാൽ 100% ആളുകളും പറയുക സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്യുന്നതിൽ ഈ സർക്കാരിന് വീഴ്ച പറ്റി എന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ സെൻകുമാറും നളിനി നെറ്റോയും നേരത്തെ മുമ്പൊരാൾ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് തന്നെ ചോദിക്കേണ്ടി വന്നു, നിങ്ങളെന്താ സൂപ്പർ മുഖ്യമന്ത്രിയാണോ എന്ന്. ആ സമയത്ത് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നത് നളിനി നെറ്റോ എന്ന അദ്ദേഹത്തിൻ്റെ അന്നത്തെ സെക്രട്ടറിയാണ്. പിന്നെ നേരത്തെ VD സതീശൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പൊരിഞ്ഞാടി പലയിടത്തും നടക്കുകയായിരുന്നു. IAS-കാരും IPS-കാരും IAS-കാരും IAS-കാരും IPS-കാരും IPS-കാരും. ഇത് ഒഴിവാക്കാൻ പിണറായി വിജയന് ഈ സർക്കാരിന് സാധിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഇത്തരം ഒരു ഘട്ടത്തിലേക്ക് പോയപ്പോ കർശനമായി മുഖ്യമന്ത്രി ഇടപെട്ട് നമ്മൾ കണ്ടതാണ് കേരളത്തിൽ. ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് IAS ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉയർന്നു വന്ന സന്ദർഭത്തിൽ ഗവൺമെന്റിന്റെ നിലപാട്, ഇത് ഒരു സംഘർഷത്തിന്റെ നിലപാടല്ല ഗവൺമെന്റ് സ്വീകരിക്കുക. ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും സമവായത്തിന്റെ നിലപാടാണ് എപ്പോഴും സ്വീകരിക്കുക. ഇപ്പൊ ഈ പറഞ്ഞ തർക്കങ്ങളുണ്ട് എന്ന് എനിക്കറിയില്ല, ഞാനത് ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. ഇങ്ങനെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കത്തിന്റെ വിഷയമാണിത്, അതിൽ നിന്ന് ഉത്ഭൂതമായതാണിത് എന്നത് സംബന്ധിച്ച് എനിക്ക് അങ്ങനെ അത് സംബന്ധിച്ച് അഭിപ്രായം പറയാൻ കഴിയില്ല, ഞാൻ കരുതുന്നില്ല. ഇതില് സ്വാഭാവികമായിട്ടും ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാവും, ഉദ്യോഗസ്ഥർ നിലയിലും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ അപ്പൊ തന്നെ ഗവൺമെന്റിന്റേതായ നിലപാടുകൾ കാർക്കശ്യത്തോടു കൂടി സ്വീകരിക്കാനാണ് നമ്മുടെ ഗവൺമെന്റ് തയ്യാറായിട്ടുള്ളത്. കാർക്കശ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും തീവ്രമായ തരത്തിൽ നല്ലത്, കൃത്യമായ നമ്മുടെ നിയമപരമായ സർവീസ് റൂളുകൾക്കനുസരിച്ചുള്ള നിയമത്തിന്റെ നടത്തിപ്പുകളിൽ ഉദ്യോഗസ്ഥന്മാർ വഹിക്കേണ്ട നിർണായകമായ പങ്കിൽ നിന്ന് അവർ പിന്മാറാൻ പാടില്ല എന്നതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് സമീപനം. ആ സമീപനം തന്നെയാണ് സ്വീകരിച്ചു പോകുന്നില്ല. ഇത് മറ്റൊരു വിഷയമാണ്. ഇത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു നിയമ വിഷയം ഉണ്ടായിരിക്കുന്നു ഇതുമായി ബന്ധപ്പെടുത്തി. ആ നിയമ വിഷയം പൂർണ്ണമായി ഇവിടെ അവസാനിക്കുന്നില്ല. അത് തുറന്നു വെക്കുന്ന പുതിയ പ്രശ്നങ്ങളുണ്ട്. നമ്മളെല്ലാം ആ കേരള പോലീസ് ആക്ടുമായി ബന്ധപ്പെടുത്തി അതിലെ പുതിയ ചില റൂളുകളുമായി ബന്ധപ്പെടുത്തി അതിലെ പരിമിതികൾ കൂടി നമ്മൾ ഈ വ്യാഖ്യാനം ബോധ്യപ്പെടുത്തുന്നത്. സുപ്രീം കോടതി നിലവിലുള്ള നിയമത്തെ വ്യാഖ്യാനിക്കാൻ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീ ആന്റണി രാജു, ഇക്കാര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചേരിതിരിഞ്ഞ് പോരടിക്കുകയാണ് എങ്കിൽ എങ്ങനെയാണ് അവർക്ക് ഭരിക്കാൻ സമയം കിട്ടുക? അങ്ങനെ ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്? അതോ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവരവരുടെ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന അന്തഃഛിദ്രങ്ങൾ എന്ന നിലയിൽ മാത്രം പരിമിതമായി കണ്ടാൽ മതിയോ? നികേഷ്, ഇവിടെ ഈ IPS IAS ഉദ്യോഗസ്ഥന്മാർ തമ്മിലുമുള്ള ഒരു ഫൈറ്റ് തുടങ്ങിയിട്ട് കാലമേറെയായി. കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് IAS ഉദ്യോഗസ്ഥന്മാർ ജാഥയായി പിന്നെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പോയ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് അവരുടെ ഇടയിൽ തമ്മിൽ നിൽക്കുന്ന ഭിന്നത എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല, ശ്രീ പിണറായിയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം ആരംഭിച്ചതല്ല. ഈ ക്ലാഷ് വളരെ നാളുകളായി നിലനിൽക്കുന്നതാണ്. പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം IAS IPS ഉദ്യോഗസ്ഥന്മാർ അത്തരത്തിലൊരു പ്രതിഷേധം രേഖപ്പെടുത്തി ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞാൽ അവർക്ക് അതിനുള്ള അനുഭവം എന്തായിരിക്കും, അത് നേരിടാൻ ഈ ഗവൺമെൻറ് എങ്ങനെയായിരിക്കും നടപടി സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു അനുഭവം ഉണ്ടായപ്പോൾ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഈഗോ ഫൈറ്റുകൾ ഉണ്ടായിരിക്കാം, വ്യക്തിവിരോധം ഉണ്ടായിരിക്കാം, പക്ഷേ അതൊന്നും തന്നെ ഭരണത്തെ ബാധിക്കാനോ ഭരണപരമായ കാര്യങ്ങളിൽ ബന്ധിപ്പിക്കാനോ പാടില്ല. അതുമായി ബന്ധപ്പെട്ട് സമരം നടത്താനോ അല്ലെങ്കിൽ അവധിയെടുക്കാനോ ഗവൺമെൻറ്റിനോട് പ്രതിഷേധിക്കാനോ ഉള്ളതല്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സംവിധാനത്തിലൂടെ പറയാമെന്നതിനപ്പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ
അതിനുള്ള മറുപടി എന്തായിരിക്കും, നടപടി എന്തായിരിക്കും എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിൽ തെളിയിച്ച മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് മറ്റാരേക്കാൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് IPS IAS ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള സ്പർദ്ധയുണ്ടെങ്കിലും അതൊക്കെ ഇപ്പോൾ ശമിച്ചിരിക്കുന്നതിൻ്റെ കാരണം ഒരു ശക്തനായ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ട് എന്ന് അവർക്ക് ബോധ്യം വന്നതുകൊണ്ട് മാത്രമാണ്. അവസാനമായി ശ്രീ VD സതീശൻ, പോരടിക്കുന്ന ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയുമാണ് കേരളത്തിന് ഇനി ഒരു മാസമെങ്കിലും ഉണ്ടാകാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് ലോക്നാഥ് ബെഹ്റയെ വിജിലൻസിലേക്ക് മാറ്റുന്നു. അപ്പോൾ ലോക്നാഥ് ബെഹ്റ വീണ്ടും പോലീസ് ചീഫ് ആവുമോ എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ പുതുതായി കേന്ദ്രത്തിൽ നിന്ന് വേറെ ആരെങ്കിലും വരുമോ, അവരെ ആയിരിക്കുമോ എന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഭരണകാര്യത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടോ? ഞാൻ പറഞ്ഞത് ഇപ്പോ ആന്റണി രാജു പറഞ്ഞപ്പോൾ ഇതെല്ലാം ശമിച്ചു എന്ന് പറഞ്ഞു. ഈ ഒരു 2 ഡസൻ മെയിൻ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് കേസുകളാണ്. അത് പരസ്പരം കൊടുത്തിരിക്കുന്ന കേസുകളാണ്, ഏജന്റുമാരെ വെച്ച് കൊടുത്തിരിക്കുന്ന കേസുകളാണ്. ഒരു തീരുമാനവും ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോഴും എടുക്കുന്നില്ല. സ്റ്റേക്സ് ഉള്ള ഒരു കാര്യത്തിലും ഭയന്നിട്ട് ഒരു ഉദ്യോഗസ്ഥനും തീരുമാനം എടുക്കുന്നില്ല. കാരണം ആരും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ള ധാരണ വന്നു. ഇവിടെ ആന്റണി രാജു പറഞ്ഞു IAS ഉദ്യോഗസ്ഥന്മാരെ വരട്ടിയെന്ന്. പിണറായിക്ക് നന്നായിട്ട് വരട്ടാൻ അറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു ഉദ്യോഗസ്ഥനെ വരട്ടിയതായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒക്കെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ തുടങ്ങും. ഉണ്ടായാൽ അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഏത് ഗവൺമെന്റിന്റെ കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സദുദ്ദേശത്തോടു കൂടി ഒരു ഗവൺമെന്റ് സദ്ഭരണം നടത്തുമ്പോഴും കുറെ പാളിച്ചകൾ ഉണ്ടാകാം, കുറെ തെറ്റുകൾ ഉണ്ടാകാം, കുറെ സ്ലിപ്പൊക്കെ ഉണ്ടാകാം. ഇതൊക്കെ ജനങ്ങൾ സഹിക്കും. കാരണം ഗവൺമെന്റിന്റെ ഒരു സദുദ്ദേശം നല്ല രീതിയിൽ പോകുന്നു. ആ പോകുന്നതിന്റെ ഇടയിൽ മനുഷ്യ സഹജമായ തെറ്റുകൾ പറ്റുന്നു. അതൊന്നും അല്ലല്ലോ പറ്റുന്നത്. ഇതൊക്കെ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി ഉണ്ടാകുന്നതാണ്. വരട്ടിയൊന്നും ഒരു രാജ്യത്തിന്റെ, ഒരു സംസ്ഥാനത്തിന്റെ ഭരണമൊന്നും ആർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഉദ്യോഗസ്ഥന്മാരോടൊക്കെ നല്ല സമീപനം. അവർ തെറ്റ് ചെയ്താൽ അവരെ ശാസിക്കണം, അവർക്കെതിരായി നടപടിയെടുക്കണം. പക്ഷേ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ബാധ്യത കൂടി ആ ഗവൺമെന്റിനുണ്ട്. ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ അടിക്കുമ്പോൾ അതിന്റെ അകത്ത് നോക്കുകുത്തിയായി നിൽക്കുന്നതാണ് ഒരു മുഖ്യമന്ത്രിയുടെ ജോലി. IAS ഉദ്യോഗസ്ഥന്മാരുടെ അപ്പോയിന്റ്മെന്റ് നടത്തുന്നതിന്റെ ക്യാബിനറ്റും മുഖ്യമന്ത്രിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട റോള്. കഴിഞ്ഞ 6 മാസമായി നമുക്കറിയാവുന്നതും നമുക്കറിയാൻ പാടില്ലാത്തതുമായ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിട്ടാണ് ഇവര് പരസ്പരം പോരടിക്കുന്നത്. എവിടെ പരിഹാരമായി എന്താ പറയുന്നത്? ഏത് തരത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടു? IAS സമരം ചെയ്യാൻ വന്നപ്പോ അവരുടെ അസോസിയേഷനോട് വരട്ടി എന്നല്ലാതെ, ഞാനതുകൊണ്ടല്ല, വരട്ടുന്നുണ്ട് ധാരാളം. പക്ഷെ വരട്ടിയത് കൊണ്ട് പരിഹാരങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഗവൺമെന്റില് പ്ലാൻ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. ബജറ്റിന്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. പല കാര്യങ്ങളും, ഫയലുകളും മുന്നോട്ട് നീങ്ങുന്നില്ല. ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള വഴക്ക് അവസാനം ഇത് കൂടുതൽ ഭരണസ്തംഭനത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അവിടെയൊക്കെയാണ് ഒരു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാവേണ്ടത്. മുഖ്യമന്ത്രി അതാണ് ഉണ്ടാകേണ്ടത്. ഏജന്റുമാരെ വെച്ച് കേസ് കൊടുപ്പിക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ തലപ്പത്ത് പോരടിക്കുന്ന പോലീസ് ചീഫും ചീഫ് സെക്രട്ടറിയും. എവിടേക്കാണ് കേരളത്തെ ഇവർ കൊണ്ടുപോകാൻ പോകുന്നത് എന്നാണ് നമുക്കിനി നിരീക്ഷിക്കാനുള്ളത്. വളരെ നന്ദി ആന്റണി രാജു, അഡ്വക്കേറ്റ് കളീശ്വരൻ രാജ്, VD സതീശൻ, ഒപ്പം തന്നെ A വിജയരാഘവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. തിങ്കളാഴ്ച വീണ്ടും ഇതേ സമയം. നമസ്കാരം.